ചേട്ടാ കാലൊന്ന് മാറ്റി. കാലങ്ങോട്ട് മാറ്റാൻ കയ്യുമേലേക്ക് തലയൊന്ന് മാറ്റാൻ പറഞ്ഞില്ലോ. പെട്ടിയെടുക്കട്ടെ ചേട്ടാ. ചേട്ടാ കാലൊന്ന് അങ്ങോട്ട് ഒന്നിറങ്ങി വാ. ഇറങ്ങാണ്. ഞാനും ഇറങ്ങാണ്. ഓ ഇറങ്ങ കേറ് കേറ് കേറ്. ₹1 അല്ലേ എന്റെ ബാക്കി? ചേട്ടാ ഒരു കാര്യം ചെയ്യ്. ₹5 പിടി. ₹1 കൂട്ടിക്ക് മാറ്റി കൊടുത്തേക്ക്. ഹലോ ഹലോ, എന്റെ പൈസ ₹1. ഓ അയ്യേ അയ്യേ സോറി. ചേഞ്ച് ഇല്ലല്ലോ. നമുക്ക് ആ കടയിൽ നിന്ന് മേടിക്കാം. ചേട്ടാ ₹5 ചേഞ്ച് ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്തെങ്കിലും വാങ്ങിയാ ചില്ലറ കിട്ടും. എനിക്കൊന്നും വാങ്ങാനില്ല. എത്ര നേരം വെച്ചിട്ട് ഞാനിങ്ങനെ പിന്നാലെ നടക്കുക? ഇങ്ങോട്ട് തരൂ, ഞാൻ വാങ്ങിത്തരാൻ ചില്ലറ. ദാ ഒരു സിഗരറ്റ്. സിഗരറ്റോ? സിഗരറ്റേ ഏതായാലും മതി. സിഗരറ്റ് ഞാൻ വലിക്കില്ല. അതൊന്നും എനിക്കറിയില്ല. എന്റെ ₹1 ഞാൻ എടുത്തിട്ടുണ്ട്. അതെ, ഇത് വച്ചിട്ട് ഇതിന്റെ പൈസ തിരിച്ചു തരുമോ? 5-10 പൈസ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഹായ് ചിരിച്ചൻ. അമ്മ ഇതാ ചിരിച്ചൻ വന്നു. മോക്ക് മിഠായി കിറ്റ്കാറ്റ്. നീ ഇന്നലെ എത്തുമെന്ന് പറഞ്ഞിട്ട് കാണാണ്ടായപ്പോ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ സുഖമായിട്ട് ഓഫീസിലേക്ക് പോയത്. ഒന്നും പറയണ്ട എന്റെ അടുത്തേമേ. ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണ്ടേ വരാൻ. സകലം എന്റെ തലയിലിട്ടിട്ട് സ്ഥലം വിട്ടില്ല ശിവൻകുട്ടി. നന്നായിണ്ട് വീട്. പാടത്തിന്റെ വക്കത്ത് നല്ല കാറ്റ് കിട്ടും. ഓ പറയണ മാതിരി നീ ആദ്യം വരികയാണല്ലോ ഇങ്ങോട്ട്. കുറച്ചും കൂടി റോഡിന്റെ അടുത്തായിരുന്നെങ്കിൽ സുഖമായിട്ടന്നെ ഓഫീസിൽ പോകാൻ നല്ല സൗകര്യമായിരുന്നു ഇല്ലേ? മുഴുവൻ കഴിക്കണ്ടോ, പല്ല് പുഴുപ്പല്ലാവും. ഇനിയിപ്പോ എന്താ നിന്റെ പരിപാടി? എന്തായാലും കോയമ്പത്തൂർക്കില്ല ഇനി. ഇവിടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നുണ്ട്. ഏട്ടൻ എന്നോട് ദേഷ്യം ഉണ്ടാവൂലേ? കാശ് കുറച്ച് കളഞ്ഞിട്ടുണ്ട് ഞാൻ, പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ്. നിനക്കൊരു സ്ഥിര വരുമാനമുള്ള പണിയില്ലാന്ന് പറഞ്ഞേ ഏട്ടന് പരാതിയുള്ളൂ. ഇനി മര്യാദക്കാരനായി ഏട്ടന്റെ നല്ല അനിയനായി ഇവിടെ തന്നെ കൂടാൻ പോവാ ഞാൻ. എന്നാ ഏട്ടന് സന്തോഷാവും. ഭാരതി, ചിന്തുമോൾക്കൊന്നും വാങ്ങിയില്ല. അവളൊന്ന് പിണങ്ങും. ഗോപി എത്തിയിട്ടുണ്ട്. ഞാൻ അവിടുത്തെ നിന്റെ നമ്പറിൽ വിളിച്ചിരുന്നു. ഇങ്ങോട്ട് പോന്നു എന്നൊരു തമിഴൻ പറഞ്ഞു. ഇന്നലെ പുറപ്പെടാൻ പറ്റിയില്ല. 1-2 ആൾക്കാരെ കാണാണ്ടായിരുന്നു. അവിടെ മതിയാക്കിയില്ലേ? കുവൈറ്റിലേക്ക് ഒരു വിസ തരപ്പെടുത്താന്ന് വർഗീസ് പറയുന്നുണ്ട്. എന്താ താല്പര്യമുണ്ടോ? ഇവിടെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്നാ മതി. ഈ ഊര് ചുറ്റിൽ നിർത്തുക. തറവാടിന്റെ പടിഞ്ഞാറ്റം വീണു കഴിഞ്ഞ മഴയ്ക്ക്. പൊളിച്ചുകൊണ്ടുപോകാൻ ആള് റെഡിയാ. നീ വന്നിട്ടാവാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തണം. അവര് കാശിന് തിരക്കൂട്ടണ്ടേ. ഈ വീട് മോശമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, നന്നായിന്ന് ഞാൻ ഇടത്തേമോട് പറയായിരുന്നു. നിനക്ക് മോളിലെ മുറി. ഹായ്, കണ്ട പാവ. ഹായ് കൊരങ്ങൻ. ഇതൊക്കെ ചിന്തുമോക്കുള്ളതാ കേട്ടോ. ഇതൊക്കെ എന്താ ചേച്ചാ? അതൊക്കെ ചെറിയച്ഛന്റെ സാധനങ്ങളാ. മോളൊന്നും തുടരുത്. മുസ്തഫ മുസ്തഫ വഴി മുസ്തഫ. ഇതെന്താ ചേച്ചാ? അത് ബൈനാക്കുൾ. മോളെ അങ്ങ് തന്നെ. മോള് കുറേ കളിപ്പിച്ചു. ഹായ് ഇരട്ട റോജൈ. അയ്യേ പൈസി. ചുവപ്പ് റോജൈ. അമ്മേ, ഇതാ ബസ്സിൽ കണ്ട പെണ്ണല്ലേ? ചില്ലറ പൈസ.
കുഴപ്പമുണ്ടോ? ഇവിടെ അടുത്താ. ആ ആരുടെ വീട് ഇറത്തിയം അത്? അവിടെ വയസ്സായ ഒരു സ്ത്രീയെ കണ്ടു. എവിടെയോ കണ്ട നല്ല ചായ. ഇത്ര ദൂരത്തുനിന്ന് നീ എങ്ങനെയാ ചായ കണ്ടേ? അത് ഞാൻ ഈ വാച്ചിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ യന്ത്രങ്ങൾ കണ്ടിട്ടില്ല ഇറത്തിയമ്മ. അതിലേക്ക് നോക്കി നോക്കി ഇപ്പൊ എന്റെ കണ്ണ് നല്ല ഷാർപ്പായിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഷാർപ്പാവണ്ട. വയസ്സായ സ്ത്രീ മാത്രമല്ല, അവിടെ 3 പെൺകുട്ടികളും ഉണ്ട്. ഓ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ അത് ശ്രദ്ധിക്കണ്ട. അപ്പൊ കുളിക്കല്ലേ? ഓ ഹലോ, ഞാൻ എന്താ ഇവിടെയാ. എന്റെ ഏട്ടനാ സുകുമാരൻ. തുണിക്കടയിലൊക്കെ ആയിരിക്കുമല്ലേ? അയൽക്കാരാവുമ്പോ ആരാ എന്താന്നൊക്കെ അറിഞ്ഞിരിക്കണം, നല്ലതല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മാറുണ്ടല്ലേ? ഇന്നലെ സന്ധ്യക്കും കണ്ടു. അഞ്ജലി എന്നല്ല പേര്, നല്ല പേര്. ഞാൻ കോയമ്പത്തൂര് കൂട്ടുകാരന്റെ ഒപ്പം റിപ്പയർ കട നടത്തി നഷ്ടം വന്ന് പൂട്ടി. ഏട്ടന്റെ കുറെ കാശും കളഞ്ഞു. ഗോപി അതെന്റെ പേരാ. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടൊക്കെ തന്നെ കാണും. ഏട്ടനും ഇടത്ത് ഇങ്ങോട്ട് താമസം മാറ്റിയ പിന്നെ ഇതുവരെ വരികയുണ്ടായില്ല. ഇത്രയല്ലേ ഉള്ളൂ. ഒക്കെ ഭാരതീയച്ച് പറഞ്ഞു. ഞാൻ പോവുക, എന്റെ ബസ് പോവും. അതെ, ചില്ലറ മാറണമെങ്കിൽ വിളിച്ചാ മതി. ഞാനിപ്പോ സിഗരറ്റ് വലി തുടങ്ങി. ആരാ? ഞാൻ സുകുമാരന്റെ അനിയൻ. ആ ഇങ്ങോട്ട് വരിക. ഓ കണ്ടിട്ടില്ല നിന്നെ. ഉണ്ടാവില്ല. എപ്പോഴാ എത്തിയത്? ഇന്നലെ വൈകുന്നേരം. വരാ. ഭരതമാഷ്ട അമ്മയല്ലേ? പരിചയം ഉണ്ടായിരുന്നോ ഭരതനെ? ഇല്ല, പരിചയപ്പെടണമെന്ന് മോഹം ഉണ്ടായിരുന്നു. മാഷ് ടൂണിട്ട പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയതാ അത്. ഇവിടത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതും കൂടി കഷ്ടപ്പെടണം. വിധിയില്ലാത്ത കുട്ടിയോള് മരിച്ചിട്ടിപ്പോ ഒരു കൊല്ലാവണു. കുറച്ചു ദിവസം ഉണ്ടാവോ സുകുമാരന്റെ അനിയൻ നാട്ടില്? ഇനി പോണില്ല. ജോലി പോയോ? കടയായിരുന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. ഹലോ, ഞാൻ ഗോപി. ഓ ഞാൻ ഗോപി, സുകുമാരന്റെ അനിയൻ. മുത്തശ്ശി എന്നെ വിളിച്ചു, ഞാൻ കൂടെ പോന്നു. അത് ഞാനല്ല, ഇച്ചേച്ചിയാ. സോറി. ഞാൻ ഗോപി. ആ കുട്ടി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞത് തന്നെ ചേച്ചി പറഞ്ഞത്. ഓഹോ, അതിങ്ങനെയും പറയാല്ലേ? അതങ്ങനെ തന്നെയാ പറയണ്ട. ഇങ്ങോട്ട് കേറുക. സുമാന്റെ അനിയന് ഇത്തിരി ചായ എടുക്കാരുതേ. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങാണ്. സുമാന്റെ അനിയൻ അങ്ങാടിക്ക് പോണുണ്ടോ? എനിക്ക് ഇത്തിരി പോകല വേണ്ടിയിരുന്നു. ഈ മുത്തശ്ശിക്ക് എന്താ? 5 വരുമ്പോ സാരമില്ല, ഞാൻ വാങ്ങിക്കൊണ്ടിരാം. വേണ്ട, 5 കൊണ്ടുവരും. അവള് മറക്കും. ഇല്ല മറക്കില്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാ സുമാന്റെ അനിയൻ പൊക്കോളൂ. സമയം കിട്ടുമ്പോ ഇടയ്ക്ക് വരൂ. ഓ എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പറഞ്ഞാ മതി.